ഫ്രണ്ട്സ്, അവാ കുഞ്ഞി ചാനലിൽ ഇന്ന് വീണ്ടും നമ്മുടെ കോഴികളെ പറ്റിയുള്ള വിവരങ്ങൾ തന്നെയാണ് കേട്ടോ. കോഴികളെ പറ്റി എന്തോ പറയാനുള്ളതെന്ന് വെച്ചാൽ കുരുത്തക്കേടിനെ പറ്റി. ഏറ്റവും പ്രധാന വിനോദം ഇതാ ഇങ്ങനെ ഓടി നടന്ന് എൻ്റെ സർവ്വ ചെടികളും, അതിപ്പം നിലത്ത് നിൽക്കുന്ന മുകളിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും ചാടി കൊത്തിയെങ്കിലും അവരത് നശിപ്പിച്ചിരിക്കും. ആമ്പലാണ് ദേ ഇപ്പോൾ കൊത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും വെള്ളം കുടിക്കാനായിരിക്കുമെന്ന്, പക്ഷേ അവിടെ നിന്ന് പ്രധാനമായിട്ടും ആമ്പലിലെ മൊട്ടും പൂവും ഇലകളും എല്ലാം ഇങ്ങനെ കൊത്തി നശിപ്പിച്ച് താഴെ ഇങ്ങനെ ഇട്ടേക്കും. കണ്ടോ? അന്ന് അത് തിന്നാനാണോ? ചുമ്മാ തിന്നാനൊന്നും അല്ല, ഇങ്ങനെ കൊത്തി നശിപ്പിച്ച് ഇട്ടേക്കുകയാണ്. വിനോദം. വരുന്നുണ്ട് അടുത്ത ആളും കൂടെ. അടുത്ത ആൾ വന്നാലും അയാൾക്കും ഇത് തന്നെയാണ് വിനോദം. ഒരാൾ മാത്രമല്ല, 2 പേരും കൂടെയാണ് ഈ കുരുത്തക്കേട് അത്ര ഒപ്പിക്കുന്നത്. ഇപ്പോൾ കൊത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മൊട്ടിൻ്റെ ആ തണ്ടാണ് ഇപ്പോൾ കൊത്തിക്കൊണ്ടിരിക്കുന്നത്. മൊട്ട് പിച്ചി ദൂരെ കളഞ്ഞു. ഇതേണ്ട കണ്ടോ? ഇതേ കണക്ക മൊട്ട് പിച്ചി അങ്ങോട്ട് എടുക്കും. എന്നിട്ട് എന്തിനാ അത് തിന്നാനൊന്നും അല്ല, ചുമ്മാ അതിൻ്റെ അറ്റത്ത് ഒരു ശകലം തണ്ട് ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് കൊത്തി കൊത്തി ഇങ്ങനെ ഇട്ടേക്കും. നല്ല ആരോഗ്യമുള്ള ഇലകളും പൂക്കളും നമുക്ക് സങ്കടം തോന്നും. എന്നാൽ ചെന്ന് എന്താ ഓട്ടിക്കാത്തതെന്ന് ചോദിച്ചാൽ, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. അങ്ങോട്ട് ഓട്ടിക്കാൻ ചെന്നാൽ ഇതേ കണക്ക് എന്നെയും കൊത്തും. അതിലെ ഇലയെല്ലാം ഇട്ട് ഓട്ടിക്കും നമ്മളെ കൊത്താനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കയ്യിലൊന്നും ഇല്ലാതെ, ആയുധങ്ങളൊന്നും ഇല്ലാതെ ചെല്ലാൻ പറ്റത്തില്ല. സാധാരണ ചൂലോ കമ്പോ എന്തെങ്കിലും വെച്ചേ അടുത്തോട്ട് ചെല്ലാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെയും കൊത്തും. ഇത്രയും കുരുത്തക്കേടുള്ളതിന് പിന്നെ എന്തിനാണ് വളർത്തുന്നതെന്ന് വെച്ചാൽ ഒരു ഉപകാരമുണ്ട്. അതുകൊണ്ടാണ്. ഉപകാരം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. കണ്ടോ, എൻ്റെ രണ്ടാമത്തെ മുട്ടും തേണ്ടേ അതിൻ്റെ ചുമ്മാ ഒടിച്ചിട്ടു. എന്നാൽ അത് പിച്ചി എടുത്തൊന്നുമില്ല, ഒടിച്ചിട്ടിട്ട് ദേ പോന്നു. വല്ല ആവശ്യം ഉണ്ടായിട്ടാണോ? ഇതാണ് കുരുത്തക്കേട്. ഇങ്ങനെ വീട്ടിലുള്ള സർവ്വ ചെടി ഇപ്പം മതിലിൻ്റെ മുകളിലാണ്. ആമ്പലൊന്നും എനിക്ക് മതിലിൻ്റെ മുകളിൽ കയറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ, അത്രയും വെയിറ്റ് ഉള്ളതേ. കണ്ടോ, ഈ മുട്ടിന് നാളെ വിരിയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയാം. അതും വെള്ള ആമ്പലാണ്, ഡൗബൻ ഇനത്തിൽപ്പെട്ടത്. നല്ലതാണ്ടേ 2 മുട്ടും ഇതോടെ ഒരു തീരുമാനമായി. ഇത് കണക്കാണ് ഏതായാലും, വയലറ്റ് ആമ്പലായാലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. എന്നിട്ട് ദേ ഞാനൊന്നും ചെയ്തില്ല എന്നുള്ള ഭാവത്തിലുള്ള നിപ്പും. എന്നാൽ പാവം തോന്നും ചില സമയത്തൊക്കെ. കണ്ടോ, ഇന്നത്തെ അക്രമത്തിൽ ഇത്രേ പറ്റിയുള്ളൂ കേട്ടോ. എൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന തുളസിയാണേ ഈ നിൽക്കുന്നത്. നല്ല ആരോഗ്യമായിട്ട് തഴച്ച് നിന്ന ഇപ്പോഴത്തെ അവസ്ഥ കാണണോ? കണ്ടോ, ഇത്രയാണ് ഇവന്മാരുടെയൊക്കെ കുരുത്തക്കേട്.